അപ്പച്ചനെടുത്ത തീരുമാനമാണ്. അപ്പച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വേണമെന്നുള്ളത്. അത് ഞാൻ പാർട്ടിയോട് പറഞ്ഞു. പാർട്ടി അങ്ങനെ തീരുമാനിച്ചതാണ്. ഇളയ സിസ്റ്ററാണ്. അതിപ്പോൾ എല്ലാം അങ്ങോട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും അതിൻ്റെ പുറകിൽ ചില അറസ്റ്റുകാരാണ്. ഞാനിപ്പോൾ പേര് മുഴുവൻ പറയുന്നില്ല ആൾക്കാരുടെ. നേരത്തെ അപ്പച്ചൻ്റെ ആത്മകഥ പബ്ലിഷ് ചെയ്യുന്നു വന്നിട്ട് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുന്നു എറണാകുളം മുനിസിപ്പൽ കോർട്ടിൽ. അതിൽ എനിക്കൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഞാൻ പാർട്ടിക്കാരനാണ്, ഞാനപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ പറയില്ല, ഞാനാണത് തയ്യാറാക്കുന്നത് എന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അത് അന്നത്തെ ലോയർ ഒരു കൃഷ്ണരാജ് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റാണ്. കൃഷ്ണരാജ് മറ്റേ BJPയുടെ കുമ്മനം രാജശേഖരൻ, പിന്നെ സ്വപ്ന സുരേഷ്, ഇവരെയൊക്കെ ലോയറായി. അപ്പച്ചൻ അറിയായിരുന്നു ഈ കാര്യം. അപ്പം അപ്പച്ചൻ കൃഷ്ണരാജിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞത് ഇത് പഴയ സെക്കൻഡ് വേൾഡ് വാർ ഫിലിം പാസേജ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചതിനെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പച്ചൻ. ഞാൻ പറഞ്ഞത് കണ്ടിട്ടുണ്ട്. അതിൽ ആൻ്റണി ക്വിന്നാണ് ഹീറോ ആയിരുന്നത്. ആൻ്റണി ക്വിൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതിലൊരു ഗസ്റ്റപ്പോനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഗസ്റ്റപ്പോ എന്ന് വെച്ചാൽ ജർമ്മൻ സീക്രട്ട് ഏജൻസ് ആണ്. അന്ന് അതിലൊരു ഗസ്റ്റപ്പോ ഉണ്ട്. ഗസ്റ്റപ്പോ പോയിട്ട് ഒരാളെ രഹസ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് അയാളെ ഫ്ലാറ്റിൽ കൊണ്ടുവരുമ്പോൾ നമ്മളെല്ലാം കാണികളൊക്കെ വിചാരിക്കും വളരെ കൂട്ടായിട്ട് തോളത്ത് കൈയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ചിരിച്ച് കളിച്ചൊക്കെയാണ് വരുന്നത്. ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് ഗസ്റ്റപ്പോ അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു കിച്ചണിൽ. ഈ കൊണ്ടുവന്ന തടവുകാരൻ നമുക്ക് പറയാൻ പറ്റില്ല, അവർ സ്നേഹിതരെ പോലെയാണ് വരുന്നത്, തോളത്ത് കൈയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നുറുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കട്ടിംഗ് ബോർഡിൽ വെജിറ്റബിൾ നുറുക്കുന്നത് നമ്മൾ കാണുന്നത്, ഒരു ചിരിച്ച് കളിച്ച് നിൽക്കുന്നതാണ്. ഗസ്റ്റപ്പോ ഒരു മെലിഞ്ഞിട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കൃഷ്ണരാജ് ആ ഗസ്റ്റപ്പോനെ പോലെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കും. അപ്പം പറഞ്ഞാൽ ശരിയായിരിക്കുന്നു. അപ്പോൾ ആ ഗസ്റ്റപ്പോ പിന്നെ നമ്മൾ കാണുന്ന സീൻ എന്ന് വെച്ചാൽ വെജിറ്റബിൾ അറിഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗസ്റ്റപ്പോ ഈ തടവുള്ളിയുടെ കൈവിരലുകൾ വെച്ചിട്ട് മുറിക്കുന്ന കാണണം ചിരിച്ചുകൊണ്ട്. അപ്പച്ചൻ പറഞ്ഞാണിത്. അപ്പോൾ അന്ന് ആ കേസ് ഫയൽ ചെയ്തു. ആ കേസ് പിന്നെ തള്ളിപ്പോയി. അപ്പച്ചൻ്റെ ഓട്ടോബയോഗ്രഫി പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഇവളുടെ പേരിൽ ഫേസ്ബുക്കിലും വേറെ ജനം TV-യോ അമൃത TV ഇതിലൊക്കെ വരുന്നുണ്ട്. അതിലെ വാക്കുകളും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഏതോ ചില RS-കാർ തന്നെയാണ് ഇതിൻ്റെ പുറകിലെന്നുള്ളത്. ഞാനിപ്പോൾ പേര് പറയുന്നില്ല. എല്ലാ RS-കാരും അല്ല, ചിലരാണ് ചെയ്യുന്നുണ്ടെങ്കിൽ. അത്യാവശ്യം വായിക്കും വിവരമുള്ള എല്ലാവർക്കും അതിലെ വാക്കുകളും സെൻറ്റൻസും പറഞ്ഞ കാര്യങ്ങളും കൊണ്ട് തന്നെ മനസ്സിലാവും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പച്ചൻ ഒരു ദൈവവിശ്വാസി ആയിരുന്നില്ല, അപ്പച്ചൻ്റെ ഫാദറും ആയിരുന്നില്ല, ഞാനുമല്ല. പക്ഷെ ഇതൊന്നും ആരെങ്കിലും ദൈവവിശ്വാസി ആവുന്നതന്നെ ഏതെങ്കിലും ദൈവവിശ്വാസി ആണെങ്കിൽ ഞങ്ങളാരും എതിരുമല്ല. അപ്പച്ചൻ പറഞ്ഞ് എനിക്കങ്ങനെ ആചാരപ്രകാരമുള്ളതൊന്നും വേണ്ട, എൻ്റെ ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നതാണ് താല്പര്യം എന്ന് എന്നോട് പറഞ്ഞു. അത് പ്രകാരമാണ് ഞാൻ പാർട്ടിയോട് പറഞ്ഞത്. അപ്പച്ചൻ്റെ ആഗ്രഹം അതാണ്, അതുപോലെ നടക്കണം. അങ്ങനെയാണ് പാർട്ടി അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. തീർച്ചയായിട്ടും അതിനേക്കാളേറെ അപ്പച്ചൻ പറയുന്നതിനെ എതിർക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ അല്ലാതെ ചെയ്യുന്നത്, ഇവിടെ പുറകെ നിന്നിട്ട് ഈ വൃത്തികേട് കാണിക്കുന്ന ഈ ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. കുടുംബത്തിൽ ഭിന്നത സൃഷ്ടിക്കലല്ല അതിൻ്റെ ഉദ്ദേശം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സമൂഹത്തിൽ അവഹേളിക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ അവഹേളിക്കുക, അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ചെയ്യുന്നതെല്ലാം ശരിയെന്നോ തെറ്റെന്നോ ഒന്നുമല്ല പറയുന്നത്. ഏതെങ്കിലും വിധേനെ പാർട്ടിയെ ഇടിച്ചു താഴ്ത്തി കാണിക്കാൻ വേണ്ടിയുള്ള അറ്റംപ്റ്റാണ്. എല്ലാ കാര്യങ്ങളും ശരിയെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ നേതാക്കളും ചെയ്യുന്നതും ശരിയെന്നല്ല ഞാൻ പറയുന്നത്. ഇവരുടെ ടാർഗറ്റ് അതാണ്. ആ ടാർഗറ്റിന് വേണ്ടി ടൂളായിട്ട് ഇവിടെ ഉപയോഗിക്കാം.